സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ലബൂബു ആണ് കേട്ടോ ഇത്. അപ്പോൾ അത് കുഞ്ഞതും ഉണ്ട് വലുതും ഉണ്ട് കേട്ടോ. എനിക്ക് കുഞ്ഞതിനേക്കാൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയത് ചെറുതാണ് കേട്ടോ. അത് വല്ലാത്തൊരു ഭംഗി എനിക്ക് തോന്നി കേട്ടോ. കണ്ടില്ലേ, ഒരു എക്സ്ട്രാ ഒരു ക്യൂട്ട്നെസ് ഇല്ല ഇതിന്. എനിക്ക് വലുത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല, എനിക്ക് കുഞ്ഞതാണ് നന്നായിട്ട് ഇഷ്ടമായത്. ഇതൊന്നും ഞാൻ വാങ്ങിച്ചു കേട്ടോ. പിന്നെ നേരെ കുക്കുവിലേക്കാണ് പോയത്. അപ്പോൾ ഒരു ഷൂട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേയ്മെൻ്റ് ഒക്കെ ചെയ്തതാണ്, ഇതുവരെ ഷൂട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാൻ പോയതാണ്. പിന്നെ പാറുവിന് ഒരു ഗെയിമിംഗ് ഈ ഒരു സാധനം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് പാറുവിൻ്റെ ഫ്രണ്ടിന് വാങ്ങിച്ചത്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് എംസൂക്കിലേക്ക് പോയി. എംസൂക്ക് തന്നെയായിരുന്നു കേട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നത്. പിന്നെ കുക്കുന്ന് ഒരു ബർഗർ വാങ്ങിച്ചു. 900 പൈസ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ബർഗറിന്. നല്ല ഫില്ലിംഗ് ആണ്, കണ്ടില്ലേ, നല്ല ഫില്ലിംഗ് ആണ്. അത്യാവശ്യം എന്താ പറയുക, നല്ല വലിയ ചിക്കൻ പീസൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ ബർഗർ കഴിക്കുമ്പോൾ നമ്മൾ മുഖത്താവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബർഗർ മര്യാദക്ക് കഴിക്കാൻ പറ്റില്ല. ലാസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെ ബർഗർ കഴിക്കണം. പിന്നെ നമ്മൾ ഡങ്കിങ്സിൽ പോയിട്ട് പാറുവിന് കുറച്ച് ഡോണറ്റ്സ് വാങ്ങിച്ചു. പാറുവിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, എനിക്കും ഇഷ്ടമാണ് കേട്ടോ അവിടുത്തെ ഡോണറ്റ്സൊക്കെ. ഏട്ടന് സൺഗ്ലാസ് ഒക്കെ കുറച്ച് നോക്കാനുണ്ടായിരുന്നു. അപ്പം നേരെ ലുലുവിലേക്ക് പോയി. പിന്നെ എനിക്കൊരു ഡിഷ് വാഷർ കൂടി നോക്കാനുണ്ടായിരുന്നു. ഇനി ഡിഷ് വാഷർ ഇല്ലാതെ നടക്കില്ല, കാരണം കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുണ്ടാവുന്ന സമയത്ത് നമുക്ക് ഒരു ഹെൽപ്പ് ഇല്ലാതെ ശരിയാവില്ല. ഇപ്പോൾ ക്ലീനിങ്ങിനൊക്കെ ആണെങ്കിൽ റോബോട്ട് ഉണ്ട്. പിന്നെ ഇതാ പാത്രം കഴുകലാണ് ഇപ്പം ഏറ്റവും വലിയ ടാസ്ക്കായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ഡിഷ് വാഷർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഏട്ടനൊക്കെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുമെങ്കിലും ആ ഒരു ഡിഷ് വാഷർ ഈ ഒരു ടൈമിൽ മസ്റ്റാണെന്ന് തോന്നി. പിന്നെ നേരെ ഐക്കയിലേക്ക് പോയി അവിടെ നിന്നൊരു ഐസ്ക്രീം വാങ്ങിച്ചു. കുറേ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ ഐസ്ക്രീമിനെ കുറിച്ച്, ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ക്രീമി ആയിരുന്നു. പിന്നെ അതാ നമ്മളൊരു പുതിയൊരു മൈക്ക് കൂടി വാങ്ങിച്ചേക്കാണ്. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈക്ക് കുറച്ച് നല്ല ബൾക്കിയാണ് കേട്ടോ. അപ്പോൾ അത് ക്യൂട്ടായിട്ട് ചെറിയൊരു മൈക്ക് അത്യാവശ്യമായിരുന്നു. അപ്പോൾ ആ ഒരു മൈക്ക് കൂടി വാങ്ങിച്ചു. ഈ ഒരു ഹാപ്പിനെസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് കരുതിയിട്ട് അവിടെ എല്ലാ വാശിക്കും കൂട്ടു നിൽക്കാറൊന്നുമില്ല കേട്ടോ. അത്യാവശ്യമാണെന്ന് തോന്നുന്നത് മാത്രമേ വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ. പിന്നെ ഇതിൽ ഒരു മേരിയോ ഗെയിമൊക്കെ ഉണ്ടല്ലോ, ഞാനൊക്കെ പണ്ട് കളിച്ച് വളർന്ന ഗെയിമാണ് കേട്ടോ. അത് എൻ്റെ ഫേവറേറ്റ് ഗെയിമാണ്. അപ്പോൾ അതും അവളൊക്കെ ഒന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ലബൂബു. നല്ല ക്യൂട്ടല്ലേ, ചെറിയൊരു വാലും ചെറിയൊരു ചിറകൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങളെ വാങ്ങിച്ചായിരുന്നോ ലബൂബു? എങ്ങനെയുണ്ട്?